ഇസ്ലാമിൻ്റെ മുഖം വികൃതമാക്കിയത് തികച്ചും വഹാബികളാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഇസ്ലാം ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. ഇസ്ലാമിനെ പോലെ ഇന്ന് ലോകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമില്ല. അതിന് കാരണം വഹാബിസം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അവർക്ക് തോന്നിയതുപോലെ അതിൻ്റെ സിമ്പലുകളിൽ, അവർ തോന്നിയതുപോലെ അതിൻ്റെ സംജ്ഞകളിൽ അവരെ അർത്ഥം പറയുകയും വളരെ ലാഘവത്തോടുകൂടി അതിനെ സമീപിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ ദുരന്തമാണ് ഇന്ന് ലോകം മുഴുവനും ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു. ഇസ്ലാം എന്നാൽ ഒരു കലഹമാണ്, ഇസ്ലാം എന്നാൽ ഒരു ഭീഷണിയാണ്, ഇസ്ലാം എന്നാൽ ഒരു അസമാധാനമാണ്, ഇസ്ലാം എന്നാൽ ഒരു കലാപമാണ് എന്നൊക്കെ അന്യ സമുദായക്കാർ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വഹാബിസം അതിന് ഈ അടുത്ത കാലഘട്ടത്തിൽ വെച്ചിട്ടുള്ള അർത്ഥങ്ങളാണ്. അതിനൊന്നും ഒരു പകരം പറയാനാകാത്ത തിന്മയാണ്, അത്രയും വലിയ തിന്മയാണ്. ആ തിന്മയുടെ മുഴുവനും ഉത്തരവാദിത്വം വഹാബിസത്തിനാണ് താനും. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നീട് വരും, നിങ്ങൾക്കും അതറിയും. അപ്പോൾ ഈ കാര്യത്തെ നിങ്ങൾ വിലയിരുത്തി ചിന്തിച്ച് നേരിൻ്റെ പന്ഥാവിലേക്ക് വരണം എന്ന് ഞാൻ വളരെ താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നമുക്ക് തോന്നിയ ഒരു മാന വെച്ച്, ഒരു അർത്ഥം വെച്ച് നമ്മൾ ഖുർആനെ പരിചയപ്പെട്ടാൽ മതിയാവില്ല. അതിൻ്റെ കൃത്യമായൊരു ഡയറക്ഷൻ വേണം. ആ ഡയറക്ഷനാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അത് ഫാത്തിഹയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടാണ്. അതാണ് ഖുർആന്റെ റൂട്ടും. ഈ റൂട്ട് പറഞ്ഞു തരികയാണ് സത്യത്തിൽ ഫാത്തിഹ ചെയ്തിട്ടുള്ളത്. ആ റൂട്ട് അനുസരിച്ച് 113 അധ്യായങ്ങളെ വിലയിരുത്തണം. അല്ലെങ്കിൽ പിഴച്ചു. ആ പിഴക്കൽ എന്നാൽ അത് ചരിത്രത്തിലെ ദുരന്തമായിരിക്കും. ആ ദുരന്തം ഇസ്ലാമിനെ തന്നെ നശിപ്പിക്കും. ആ നശിപ്പിക്കലാണ് ഇന്ന് ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ല റസ്മുഹു എന്ന ആഴത്തിലേക്ക് വരാൻ പോകുന്നത്. ലോകം അവസാനിക്കാൻ കാത്തു നിൽക്കുന്ന ഈ ഒരു ഗൗരവമായ ഘട്ടത്തിൽ, ലോകം അവസാനിക്കാൻ കാത്തു നിൽക്കുകയാണ്, വല്ലാതെ ഒന്നും ഇനി ലോകം ഉണ്ടാവില്ല. ഈ ദുരന്തത്തിന്റെ മുഴുവനും ഉത്തരവാദിത്വം വഹാബിസത്തിനായിരിക്കും. എനിക്ക് ഇതിനപ്പുറമൊന്നും എൻ്റെ ഹൃദയം കീറി നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് കലഹിക്കാൻ വന്ന ഒരാളല്ല, പകരം ഗുണകാംക്ഷിയാണ്. സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും അത് വീണ്ടും വീണ്ടും വർഷങ്ങളിലൂടെ ഞാൻ ഊരിക്കാച്ചി എടുക്കുകയും ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ് ഈ പറയുന്നത്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഞാൻ കണ്ടെത്തിയ വിഷയങ്ങളല്ല ഇത്. ഞാൻ വളരെ ആഴത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്ത് വീണ്ടും 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 സത്യത്തോട് അത് താതാത്മ്യപ്പെട്ട് നോക്കി വർഷങ്ങൾ എടുത്തുവെച്ച ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. അത് പറയുക എന്നത് എൻ്റെ ദൗത്യമാണ്. ആ ദൗത്യത്തിന് നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ധാരാളം ശ്രമങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ വിലവെക്കുന്നുമില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും എൻ്റെ ലക്ഷ്യം നേടുക എന്നതാണ്, എൻ്റെ ദൗത്യം നിർവഹിക്കുക എന്നതാണ് ഇപ്പോഴെൻ്റെ ലക്ഷ്യം. ഒരുപക്ഷെ നിങ്ങൾ എൻ്റെ പിതാവിനെ, ഇപ്പോൾ മരിച്ചുപോയ എൻ്റെ പിതാവിനെ ആക്ഷേപിച്ചാൽ പോലും ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ ശ്രദ്ധിക്കുകയില്ല. കാരണം അതെല്ലാം പിശാചിൻ്റെ കളിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എപ്പോഴും സത്യത്തിൻ്റെ വിരുദ്ധൻ പിശാചാണ്. സത്യം നശിപ്പിക്കാൻ ശ്രമിക്കുന്നതും പിശാചാണ്. അതുകൊണ്ട് പിശാചിൻ്റെ കളി ഇതിൽ ഭംഗിയായി വളരെ ഗൗരവമായി നടക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിശാചിനെ തൊട്ട് ഞാൻ അള്ളാഹുവോട് കാവൽ ചോദിക്കുന്നു. ഒരു സത്യം സത്യമായി അവതരിപ്പിക്കുന്നതിന് പിന്നിൽ പിശാചിൻ്റെ എല്ലാവിധ കുതന്ത്രങ്ങളെ തൊട്ടുന്ന ഞാൻ അള്ളാഹുവോട് കാവൽ ചോദിക്കുന്നു. അള്ളാഹു തആല നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് കാര്യങ്ങളെ നിങ്ങൾ ഗൗരവമായി വിലയിരുത്തി മനസ്സിലാക്കണം. ഇന്ന് ഞാൻ പറയുന്നത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2ാമത്തെ വീട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വീടിനെ പറ്റി പറഞ്ഞിരുന്നു. ഇനി പറയുന്നത് ഹബീബായ നബിയുടെ കുടുംബ വീടാണ്. കുടുംബമായി നബി ജീവിച്ച വീട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വാങ്ങി തൻ്റെ സഹധർമ്മിണിയും തൻ്റെ ഇഷ്ട പ്രേയസിയുമായ മഹദിയായ ഖദീജത്തുൽ കുബ്ര ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹയ്ക്ക് സമ്മാനമായി നൽകുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയോടുകൂടെ 25 കൊല്ലം താമസിക്കുകയും ചെയ്ത വീടിനെ പറ്റിയാണ്. പിന്നീട് ഖദീജ ബീവിയോട് കൂടെ 25 കൊല്ലം ഈ വീട്ടിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുണ്ട്. ഖദീജ ബീവി വഫാത്തായതിനു ശേഷം 3 വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വീട്ടിൽ ജീവിച്ചിട്ടുണ്ട്. അഥവാ 28 വർഷം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച വീടാണ്. നബുവത്തിന് ശേഷം നബിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ 23 വർഷമാണ്. കാലം നോക്കുമ്പോൾ, സമയം എന്നല്ല, കാലം നോക്കുമ്പോൾ ഈ വീട്ടിൽ നബി ജീവിച്ചത് 28 വർഷമാണ്. അതായത് 28 വർഷം എന്ന് പറഞ്ഞാൽ നബുവത്തിന് മുമ്പ് 15 വർഷവും
നുബുവത്തിന് ശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് ശേഷം 13 വർഷം, അങ്ങനെ 15ഉം 13ഉം 28 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഗമിക്കുന്ന മണിയറ ഈ വീടാണ്. ഈ വീടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖദീജ ബീവിയുടെയും 25 കൊല്ലത്തെ ബെഡ്റൂം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ ബീവിയിലുണ്ടായ 6 മക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖദീജ ബീവി ഗർഭം ധരിച്ചത് ഈ വീട്ടിലാണ്, പ്രസവിച്ചത് ഈ വീട്ടിലാണ്. സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം, ഫാത്തിമ, ഖാസിം, അബ്ദുള്ള എന്ന 6 മക്കൾ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായ 6 മക്കളെയും ഈ വീട്ടിൽ നിന്നാണ്. പിന്നെ ഒരു മകൻ ഹബീബ നബിക്കുണ്ടായത് സയ്യിദ് ഇബ്രാഹിമാണ് റളിയല്ലാഹു അൻഹു. അവർ മാരിയത്തുൽ ഖിബ്തിയേക്കാൾ ഉണ്ടായത് അത് മദീനയിലാണ്. ഈ 6 മക്കളെയും ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖദീജത്തുൽ കുബ്ര ഗർഭം ധരിച്ചത് ഈ വീട്ടിലെ ബെഡ്റൂമിന്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയും ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇന്നത്തെ സാന്നിധ്യവുമായ മഹദിയായ ഖദീജത്തുൽ ബഹുമാനപ്പെട്ട ഫാത്തിമത്തുൽ സഹറ റളിയല്ലാഹു ഫാത്തിമത്തുൽ ബതൂൽ റളിയല്ലാഹു അൻഹാ പ്രസവിക്കപ്പെട്ടത് ഈ വീട്ടിലാണ്. മറ്റുള്ളവർ പ്രസവിക്കപ്പെട്ടതും ഈ വീട്ടിൽ തന്നെയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം അവർ ഹബീബ നബിയുടെ ഒരു സാന്നിധ്യമാണ്. ഇന്നും നമ്മുടെ ഇടയിലുള്ള അഹ്ലു ബൈത്ത് എന്നാൽ ഫാത്തിമ ബീവിയുടെ മക്കളാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയിലൂടെയാണ് ഹബീബിന്റെ പരമ്പര സല്ലല്ലാഹു അലൈഹി വസല്ലം നിലനിന്നിട്ടുള്ളത്. അവർ പ്രസവിക്കപ്പെട്ടതും ഈ വീട്ടിൽ. ഈ വീട്ടിലെ ഫളായിലുകൾ അനവധിയാണ്. അത് പിന്നീട് ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഈ വീട് 1926, 25, 25, 26 കാലത്ത് സൗദി മണ്ണിട്ട് തകർത്ത് തരിപ്പണമാക്കി. ആ വീടിന്റെ ഒരു പ്ലാനാണ് ഈ കാണുന്നത്. ആ വീട്ടിലേക്കുള്ള കയറുന്ന സ്ഥലം ഇതാ, നേരെ ആ വീട്ടിലേക്ക് കയറുന്ന സ്ഥലം ഒരു മെയിൻ എൻട്രൻസ്, പിന്നെ ഒരു വിശാലമായ ഒരു ഹാള്, പിന്നെ നേരെ അകത്തേക്ക് കയറുന്ന ഒരു ഇടനാഴിക, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബാദത്ത് ചെയ്തിരുന്ന മുറി, പിന്നെ നേരെ ഇപ്പുറത്തൊരു വാതിലുണ്ട്. ആ വാതിലിലൂടെ കയറിയാൽ ഫാത്തിമ ബീവി പ്രസവിക്കപ്പെട്ട റൂം. മാത്രമല്ല മറ്റു കുട്ടികളെല്ലാം കിടന്നിരുന്നത് ആ റൂമിലാണ്. നേരെ മുന്നോട്ട് അങ്ങോട്ട് പോയാൽ അവിടെ ഉർഫത്തുൻ നബി മുസ്തഫ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. അതാണ് ആ വീട്. അതായത് ഒരു മെയിൻ എൻട്രൻസ്, പിന്നെ ഒരു മെയിൻ ഹാള്, പിന്നെ ഒരു ഇടനാഴിക, പിന്നെ റസൂൽ ഇബാദത്ത് ചെയ്തിരുന്ന വീട്, മുറി, വഹി ഇറങ്ങിയിരുന്ന സ്ഥലം, പിന്നെ ബെഡ്റൂം, പിന്നെ കുട്ടികൾ കിടന്നിരുന്നതും കുട്ടികൾ പ്രസവിക്കപ്പെട്ടതുമായ സ്ഥലം. ഇതാണ് ആ വീട്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇത്രയേറെ പ്രധാനമുള്ള ഒരു വീടില്ല. ഖുർആനിലെ 82 സൂറത്തും ഈ വീട്ടിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഈ വീട് ഇന്ന് കക്കൂസാണ്. ഇതാണ് അതിന്റെ ദൗർഭാഗ്യം. അതാണ് അതിന്റെ ദൗർഭാഗ്യം എന്ന് പറഞ്ഞു. അത് പറയല്ലാതെ നിർവാഹമില്ല. അങ്ങനെ പറയാനൊരു വിഷമം എനിക്കുണ്ട്, പക്ഷെ അത് പറയല്ലാതെ നിർവാഹമില്ല. ഒരു അമുസ്ലിം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു അമുസ്ലിം അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു അമുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വീടിനെ കക്കൂസാക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. മറുവയുടെ ഓരത്തുള്ള അനവധി കക്കൂസുകൾ അടങ്ങുന്ന സമുച്ചയത്തിനുള്ളിൽ ഈ വീട് പെട്ടുപോയിട്ടുണ്ട്. ആ വീടും അതിൻ്റെ ചുറ്റുഭാഗത്തും കൂടി ചേർന്നാണ് മറുവയുടെ ഭാഗത്തുള്ള കക്കൂസുള്ളത്. സ്ത്രീകളുടെ ടോയ്ലറ്റാണ് ഇന്ന്. ഇതിന് അനവധി രേഖകളുണ്ട്. അത് ഞാൻ ഭാഗത്തേക്ക് വരാം. ഇതിങ്ങനെ പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ പറയല്ലാതെ നിർവാഹമില്ല. ജനം അറിയണമല്ലോ ഒരു ക്രൂരതയുടെ എന്താ അതിന് പറയാ. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇത് കക്കൂസാക്കിയതിനു ശേഷം ഏറ്റവും കൂടുതൽ വേദനയോടെ ലേഖനം എഴുതിയിട്ടുള്ളത് അന്യസമുദായക്കാരായ ആളുകളും അന്യസമുദായക്കാരുടെ പത്രങ്ങളിലുമാണ്. പ്രതികരിക്കേണ്ട സുന്നികൾ വളരെ നിശബ്ദമായി നിൽക്കുകയും തുടക്കകാലത്ത് അല്പമൊന്ന് പ്രതികരിക്കുകയും പിന്നെ ഒരു തരം കുറ്റകരമായ ആലസ്യത്തിലും ഉറക്കത്തിലും അകപ്പെട്ടു പോവുകയും ചെയ്തു എന്നതാണ്. എന്താ അതിന് കാരണം എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ കാരണം പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന സമയമല്ല ഇത്. പക്ഷേ കുറ്റകരമായ ഒരു ആലസ്യം ഈ വിഷയത്തിൽ സുന്നികളെ ബാധിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട് അറിയാതെ പോയി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
ലോകത്തെ അനവധി ന്യൂസ് ഡെയിലികൾ, അതായത് മുസ്ലിങ്ങൾ അല്ലാത്തവർ നടത്തുന്ന ന്യൂസ് ഡെയിലികൾ, ലോകത്തെ അതിപ്രധാനപ്പെട്ട മാഗസിനുകൾ, അമേരിക്കയിൽ നിന്ന്, ലണ്ടനിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന്, ഇസ്രായേലിൽ നിന്ന് പോലും, ഇന്ത്യയിൽ നിന്നുള്ള മാഗസിനുകൾ, ജർമ്മനിയിൽ നിന്ന്, ഇങ്ങനെ അമേരിക്ക, ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇന്ത്യ, ഈ വീട് കക്കൂസാക്കിയ കാര്യത്തെ റിപ്പോർട്ട് ചെയ്യുകയും അതിന്റെ വേദനകൾ പങ്കുവെക്കുകയും ചെയ്ത് പല എഴുത്തുകാരും ലേഖനം എഴുതിയിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ എന്ത് അതറിയാതെ പോയി എന്നതാണ് എൻ്റെ വേബധവും എൻ്റെ വേദനയും. ഈ ജനത്തോട് ഒരിക്കലും നമുക്ക് മാപ്പ് പറയാൻ കഴിയില്ല. ഇവർക്കൊരിക്കലും മാപ്പ് കൊടുക്കാൻ കഴിയില്ല. ഇവരെ എന്തെങ്കിലും ദേഹോപദ്രവം ഏൽപ്പിക്കണം എന്നല്ല ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അവരോട് ബന്ധം വിച്ഛേദിക്കണമെന്ന് ഉലമാക്കൾ പറഞ്ഞത് കൃത്യമായി ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ആ പാവപ്പെട്ട ഉലമാക്കൾക്ക് അതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടുമായിരിക്കാം ബന്ധം ഒഴിവാക്കുക. അവസാനം പറഞ്ഞല്ലോ, എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ പറഞ്ഞില്ലേ, അതൊരു ഹൃദയം കൊണ്ട് വെറുക്കണം, ഹൃദയം കൊണ്ട് അവരെ വെറുക്കുക. ബഹുമാനപ്പെട്ട മഹാന്മാരായ ഉലമാ പറയാനുള്ള കാരണം അതായി. എന്താണ് ഈ പറയുന്നത്? എത്രയേൽ വേദനാജനകമായ സംഭവമാണ് ഇത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എങ്ങനെയാണ് ഇവർക്കതിന് കഴിഞ്ഞത്? എങ്ങനെയാണ് ഒരു മനുഷ്യനത് കഴിയാൻ? ഖുർആനിലെ 82 സൂറത്തിറങ്ങിയത് ഈ വീട്ടിലാണ്. 82 സൂറത്തിൽ ഏകദേശ ഭാഗമല്ല ഈ വീട്ടിൽ. അതെല്ലാം നിങ്ങളുടെ മുന്നിൽ കാണിക്കും. ഈ വീടാണ് ദാറുൽ വഹി ഇറങ്ങിയ വീട്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 28 വർഷം ജീവിച്ചപ്പോൾ 15 വർഷം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിക്ക് നബുവത്ത് കിട്ടി. പിന്നെ 13 വർഷത്തിൽ ഏറെ വഹയും ഈ വീട്ടിലാണ്. സയ്യിദ്ന ജിബ്രീൽ അലൈഹിസ്സലാം ഏറെ വന്നിട്ടുള്ള വീട് ഈ വീടാണ്. ഈ വീടിൽ പിൽക്കാലത്ത് ഒരു ഖുബ്ബ പണിഞ്ഞിട്ടുണ്ട്, ഖുബ്ബത്തുൽ വഹി എന്ന പേര്. അവിടെ അങ്ങനെയായിരുന്നു വഹി കൊടുത്തിരുന്നത്. അതുകൊണ്ട് പിൽക്കാലഘട്ടത്തിൽ ഈ വീട്ടിൽ 2 ഖുബ്ബയുണ്ടായിരുന്നു. ഒന്ന് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ജനിച്ച സ്ഥലത്തെ ഖുബ്ബത്തു ഫാത്തിമ എന്ന പേര്. വഹി എന്ന പേരിലുള്ള ഖുബ്ബയുണ്ട്. ആ ഖുബ്ബത്തുൽ വഹി ഹബീബ റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങുന്ന സ്ഥലമാണ്. അവിടെയാണ് റസൂലുള്ളാഹി ഇബാദത്തിൽ. അതാണ് മുസല്ല നബി മുസ്തഫ. അതാണ് മഹ്ബത്തുൽ വഹി ഇറങ്ങുന്ന സ്ഥലം. അവിടെയാണ് സയ്യിദുനാ ജിബ്രീൽ അവിടെ ചെറിയ ഒരു കുഴിഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ റസൂലുള്ളാഹി ഇരിക്കും. ഒരു ഉയർന്ന സ്ഥലമുണ്ട്, അവിടെ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് വഹി പറഞ്ഞു കൊടുക്കും. ബഹുമാനപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയ വീട്ടിൽ, ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയ വീട്ടിലാണ്. എന്താ നിങ്ങൾ കേൾക്കുന്നത്? നിനക്ക് അവരുടെ തന്നെ റെക്കോർഡ് ചെയ്യാൻ കാണിക്കും. അവരുടെ തന്നെ വഹാബികൾ തന്നെ എഴുതിയ റെക്കോർഡ് ചെയ്യാൻ കാണിക്കും. ഈ വീട് ഇന്ന് കക്കൂസ. എന്താ കാരണം? അദബ് എന്ന സംഗതി ഇല്ല, തുർമത്തി എന്ന സംഗതി ഇല്ല. അവരൊരു സാധാരണ മനുഷ്യനെ ഇങ്ങനെ കാണിക്കുന്നു. അവരുടെ വല്യാപ്പ, ഒരു വഹാബിയുടെ വല്യാപ്പ താമസിച്ച ബെഡ്റൂം പിൽക്കാലത്ത് കക്കൂസാക്കാൻ അവർ സമ്മതിക്കൂല. എൻ്റെ വല്യ താമസിച്ച റൂമായിരുന്നു, കക്കൂസാക്കാൻ പറ്റില്ല. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞ് പെട്ടാൽ, ഒരു സാധാരണ അറബി പയ്യൻ എന്നൊക്കെ പറയുന്നവരുണ്ട്. അല്ലാഹു നഊദു ബില്ലാഹ്. മനുഷ്യൻ അവന്റെ ചെവി മുളച്ചതിനെ കേട്ടതിലെ ഏറ്റവും വൃത്തികെട്ട വാക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ അറബി പയ്യനാണ് എന്ന് പറഞ്ഞ വാക്കായിരിക്കും. മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, അതൊരു മുഅ്മിനായ മനുഷ്യൻ പറയാൻ കഴിയും. അപ്പൊ അവരത് അവിചാരിതമായി പറഞ്ഞവരല്ല. ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ തന്നെ തിരുത്തും. മനുഷ്യന്മാർക്ക് ആ വാക്കൊക്കെ പഴിച്ചു, പക്ഷെ അതല്ല, അതവരുടെ ഹൃദയത്തിനുള്ളിലുള്ള കാര്യമാണ്. എന്തുകൊണ്ട്? അവരുടെ ഹൃദയത്തിൽ ഹബീബായ നബി ഇല്ല. ഹബീബായ നബിയോട് ഒരു ബഹുമാനം ഒരിക്കില്ല. അങ്ങനെ ഒരാളൊരു ഹൃദയത്തിൽ ഖുർആൻ കിട്ടി, ഖുർആൻ കഴിഞ്ഞു, ആൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചിന്തിക്കണം, ഇത് വളരെ നിങ്ങൾ വിലയിരുത്തണം. അതുകൊണ്ട് ഈ വിഷയത്തിൽ ആദ്യമായി ഞാൻ ഈ വീടിന്റെ പ്രാധാന്യത്തിലേക്കൊക്കെ ഞാൻ പിന്നീട് വരാം. അവരുടെ തന്നെ റെക്കോർഡുകൾ കാണിക്കാം. അതിനു മുമ്പ് ഈ വീട് കക്കൂസാക്കിയപ്പോൾ ലോകത്തുണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങൾ നമ്മളെ മലയാളക്കരയിൽ നിന്നല്ല, നമ്മൾ ഉറങ്ങി.
നമ്മൾ കുറ്റകരമായ, കാരണം അവരെ കയ്യിലായിരിക്കും പൈസ എന്നതുകൊണ്ടാവും നമ്മൾ കൂടുതൽ അങ്ങനെയാണ് ഉറങ്ങിപ്പോയതെന്ന് തോന്നിപ്പോകുക. അള്ളാഹു എന്താ നമ്മളിങ്ങനെ ഉറങ്ങിയത് എനിക്ക് മനസ്സിലാവുന്നില്ല. അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾക്ക് ഇതിൽ അങ്ങനെ നോക്കിയിരിക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട സൂറത്തുൽ ഫാത്തിഹയും 82 മറ്റ് സൂറത്തുകളും, സൂറത്തുൽ ഫാത്തിഹയും 82 മറ്റ് സൂറത്തുകളും ഇറങ്ങിയത് വീട്ടിലാണ്. ആ വീട് കക്കൂസാക്കുന്നത് മുസ്ലിം ലോകം നോക്കി നിന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അനാസ്ഥ എത്രയാണ്. എന്നാൽ ഈ വിഷയത്തിൽ പിൽക്കാലത്ത് വലിയ ചർച്ചകൾ വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ആദ്യം ഇതിനെതിരെ വന്ന പ്രതിഷേധങ്ങൾ ലോകത്തെ മാഗസിനുകളിൽ, പത്രങ്ങളിൽ ഇതിനെതിരെ വന്ന പ്രതിഷേധങ്ങളെ കുറിച്ചുള്ള ഒരു ചിത്രം ആദ്യം നിങ്ങളെ മുന്നിൽ കാണിക്കാം. അഥവാ കക്കൂസാക്കിയെന്ന് ഞാൻ അല്ല പറയുന്നത്. ലോകത്ത് വലിയ ചർച്ചകളും വിവാദങ്ങളും ഇതിൻ്റെ പേരിൽ നടന്നുകൊണ്ട്, വിവാദമല്ല, ചർച്ചകൾ, വലിയ വേദനാജനകമായ ചർച്ചകൾ നടന്നത് ഞാൻ നിങ്ങളെ മുന്നിൽ കാണിക്കാം. ഈ വിഷയത്തിൽ ആദ്യമായി രംഗത്ത് വന്നത് മക്കാരനായ സാമി അൻകാവി എന്ന മാന്യദേഹമാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒന്ന് കാണിക്കും. ഇതാണ് സാമി അൻകാവി. അദ്ദേഹം മക്കാരനാണ്. അദ്ദേഹം സുന്നിയായൊരു ഗൈഡാണ്. അദ്ദേഹത്തിന്റെ ബാപ്പ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് സുന്നിയായ ഗൈഡായിരുന്നു. വല്യാപ്പയും അങ്ങനെ വല്യാപ്പ അവർ പിതാമഹന്മാരൊക്കെ ആയിട്ട് അനവധി വർഷങ്ങളായി അവർ മക്കാരാണ്. അവർ മക്കയിൽ വരുന്ന ഹാജിമാര്, ഉംറക്കാര്, അവർക്കെല്ലാം ഗൈഡ് ചെയ്യുന്ന ഗൈഡുകളുടെ കുടുംബമാണ് സാമി അൻകാവി. ഇദ്ദേഹം ജനിക്കുന്നത് 1948 മക്കയിലാണ് ജനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ തൊട്ടടുത്താണ് അദ്ദേഹം ജനിച്ച വീട്. കുടുംബപരമായി സുന്നി ഗൈഡുകളാണ്. ഹറമിന്റെയും മക്കയുടെയും ഒക്കെ ചരിത്രങ്ങൾ വരുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന തൊഴിലായിരുന്നു അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ ഉപ്പാക്കെല്ലാം അവരങ്ങനെയുള്ളവർ. ഇദ്ദേഹം പിന്നീട് വിശദമായ പഠനങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹം ആർക്കിടെക്ചറിൽ വലിയ താല്പര്യമുള്ള വ്യക്തിയാണ്. 1971 ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് ആർക്കിടെക്ചറിൽ ബിരുദം കിട്ടിയിട്ടുണ്ട്. 1971 1975 തന്നെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആർക്കിടെക്ചറിൽ ബിരുദാനന്തര ബിരുദവും ഉണ്ട്. 1975 1980 ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം ഡോക്ടറേറ്റ് വാങ്ങി ഇസ്ലാമിക വാസ്തുശില്പ സൗന്ദര്യ ശാസ്ത്രത്തിൽ. ഇസ്ലാമിക ആർക്കിടെക്ചറിൽ തന്നെ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് PhD ലഭിച്ചു ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1980. 1975 ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ ഹജ്ജ് റിസർച്ച് സെന്റർ സ്ഥാപിച്ചപ്പോൾ അത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് തുടങ്ങിയത്. 1975 സൗദി സർക്കാർ 1975 സെന്റർ ഫോർ റിസർച്ച്, ഹജ്ജിന്റെ റിസർച്ച് സെന്റർ. ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹജ്ജിന്റെ ചരിത്രം, പൗരാണിക ചരിത്രങ്ങൾ, ഹജ്ജിന്റെ ശേഷിപ്പുകൾ, പൗരാണിക ഹജ്ജിന്റെ ശേഷിപ്പുകൾ, ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക ഡെസ്ക് കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി ജിദ്ദയിൽ തുടങ്ങിയത് 1975. അത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് തുടങ്ങിയത്. എന്നാൽ ഇതിനുശേഷം ചില പ്രശ്നങ്ങളുണ്ടായി. എന്താ പ്രശ്നം? അദ്ദേഹം ഇവിടെ ഇസ്ലാമിക വാസ്തുശില്പകലകൾ, സൗന്ദര്യശാസ്ത്രം, പൗരാണിക ചരിത്രം ഇതൊക്കെ പഠിപ്പിക്കുന്ന വേളയിൽ തന്നെ മക്കയിലും മദീനയിലും ഉള്ള പൗരാണിക ചരിത്ര ശേഷിപ്പുകൾ ഇടിച്ച് നിരത്തുന്ന പണി സൗദി തുറന്നുകൊണ്ടേയിരുന്നു. വഹാബി പണ്ഡിതന്മാരും ഭരണാധികാരികളും അതിനെതിരെ അദ്ദേഹം ശബ്ദിച്ചപ്പോൾ 1988 അദ്ദേഹത്തെ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അദ്ദേഹം ഈ പൗരാണിക ശേഷിപ്പുകൾ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവരുടെ സഹധർമ്മിണിമാരുടെയും അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ കണ്ടല്ലോ. മഹാനായ സയ്യിദ്നാ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട് ഹിൽട്ടൺ ഹോട്ടലാക്കിയതൊക്കെ പറഞ്ഞല്ലോ. ഇങ്ങനെ തുടങ്ങിയ ശേഷിപ്പുകളെല്ലാം നശിപ്പിക്കുന്നതിനെ അദ്ദേഹം രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തെ 1988 കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അതേ കൊല്ലം 1988 തന്നെ അദ്ദേഹം അമ്മാർ സെന്റർ ഫോർ ആർക്കിടെക്ചറൽ ഹെറിറ്റേജ് എന്ന പേരിൽ ജിദ്ദയിൽ ഒരു സ്ഥാപനം ആരംഭിച്ചു. അമ്മാർ സെന്റർ ഫോർ ആർക്കിടെക്ചറൽ ഹെറിറ്റേജ്, ചരിത്ര നിർമ്മിതികളുടെ സംരക്ഷണം, അതിൻ്റെ പുനർനിർമ്മാണം, ഇസ്ലാമിക വാസ്തുശില്പങ്ങളുടെ സംരക്ഷണം, ഇസ്ലാമിക വാസ്തുശില്പ രീതികളുടെ സംരക്ഷണം എന്നൊക്കെയായിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ കാര്യമായി ഒന്നും ചെയ്യാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? വഹാബി പണ്ഡിതന്മാരുടെ വളരെ കടുംപിടുത്തം കാരണമായി ഇസ്ലാമിൻ്റെ എല്ലാ പൗരാണികമായ ചരിത്രവും നശിപ്പിക്കുന്ന തിരക്കിലായിരുന്നു ആ കാലഘട്ടത്തിൽ ഭരണാധികാരികളുണ്ടായിരുന്നു.
ഏതായാലും ഇതിനെതിരെ ലോകത്തെ പല വേദികളിലും ഈ മനുഷ്യൻ ഈ സാമി അൻകാവി എന്ന ഇദ്ദേഹം ശബ്ദിച്ചിട്ടുണ്ട്. 2006 ഒരു അമേരിക്കൻ ടെലിവിഷന് അദ്ദേഹം നൽകിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച വീട്, ഖദീജ ബീവിയുടെ വീട്, ദാറുൽ അർഖം എന്നിവ ഇന്ന് ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത വിധം നശിപ്പിച്ച് തരം താഴ്ത്തിയിട്ടുണ്ട്. വീട്, ഖദീജ ബീവിയുടെ വീട്, ദാറുൽ അർഖം എന്നിവ ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത വിധം നശിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കി തരം താഴ്ത്തിയിട്ടുണ്ട് എന്ന് 2006 ഒരു അമേരിക്കൻ ടെലിവിഷൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നു. 1926 അബ്ദുൽ അസീസ് വഹാബിയായ ചെയ്യുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് മണ്ണിട്ട് മൂടുക. അതുവരെ ഇത് നിലനിർത്തിയിട്ടുണ്ട്. അതിനിടയിൽ വഹാബികൾ ഒരു വരവ് വന്നിട്ടുണ്ട് 1806. 1800 അത് ഞങ്ങൾക്ക് പിന്നീട് വരാം. 1806 വഹാബികൾ വന്നപ്പോൾ ആദ്യം നിങ്ങൾ ഇത് ആലോചിക്കുക, നിങ്ങളിത് പഠിക്കുക. ഇവരുടെ മനസ്സിൽ റസൂൽ എന്താണ്, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഇവരും നബിയും തമ്മിലുള്ള ബന്ധം എന്ത് ചിന്തിക്കുക. അതിനുശേഷം 1818 മുഹമ്മദ് അലി പാഷയുടെ നേതൃത്വത്തിൽ തുർക്കി സൈന്യം ഇവരെ പുറത്താക്കി. 1818 മുതൽ 1837 വരെയുള്ള കാലഘട്ടത്തിൽ വീണ്ടും പുനർനിർമ്മിച്ചു. അതിലാദ്യം പുനർനിർമ്മിച്ച വീട് ഹബീബായ നബിയുടെ വീടും ഹബീബായ നബി ജീവിച്ച ഖദീജ ബീവിയുടെ വീടുമാണ്. പുനർനിർമ്മിച്ചു, പഴയ പോലെയാക്കി. അതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ പിന്നീടും അവിടെ സഞ്ചാരികൾ വന്നതൊക്കെ ഞാൻ നിങ്ങൾ പിന്നീട് കാണിക്കും. പിന്നീട് രണ്ടാം സൗദി സ്റ്റേറ്റ് വരുന്നത്, വഹാബി രാജാവായ അബ്ദുൽ അസീസ് കൊണ്ടുവരുന്ന വഹാബി സ്റ്റേറ്റ് വരുന്നത് 1923 മുതലാണ്. 26 അവർക്ക് മക്കയിൽ സ്വാധീനം ഉണ്ടായി. മക്കയിൽ സ്വാധീനമുണ്ടായപ്പോൾ വീണ്ടും പുനർനിർമ്മിച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്, അതേപോലെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, ഈ വീടൊക്കെ തകർത്തിട്ട് മണ്ണിട്ട് മൂടി. അങ്ങനെ 1950 വരെ ആ വീട് അങ്ങനെ കടന്നു. 1989 അതിനിടയിൽ ചെറിയൊരു മദ്രസ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മക്തബ ഉണ്ടാക്കിയ അയാൾ തന്നെ അത് ഏറ്റെടുത്ത് അവിടെ ഒരു മദ്രസ, തഹ്ഫീദുൽ ഖുർആന്റെ ഒരു മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ പിന്നീട് വരും. ആ മദ്രസയും പൊളിച്ചു 89, എന്നിട്ട് കക്കൂസാക്കിയത്. ഈ വീട് എന്ന് പറഞ്ഞാൽ വീടല്ല, സത്യത്തിൽ മസ്ജിദാ, പള്ളിയാണ്. അത് അന്നത്തെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്, ഫാത്തിഹയും 82 സൂറത്ത് ഇറങ്ങിയ വീട്. ആ വീട് കക്കൂസാക്കുന്നത് 1989. അതിന് വേണ്ടി വീണ്ടും ആ ഏരിയ മാന്തിയപ്പോൾ അതിന്റെ ഫോട്ടോ എടുത്തതും ഇയാളാണ്. കാര്യം രാജാവിനെ അറിയിച്ചു, ഇത് ശരിയല്ല, ഇത് ഹബീബായ നബിയുടെ വീടാണ്, ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അറിയിച്ചെങ്കിൽ വഹാബി പണ്ഡിതന്മാരുടെ കടുംപിടുത്ത കാരണം ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 2005 ആഗസ്റ്റ് 6 ബ്രിട്ടനിലെ ഇൻഡിപെൻഡന്റ് മാഗസിനിൽ ഇതേക്കുറിച്ച് ഇദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഡിസ്ട്രക്ഷൻ ഓഫ് മക്ക സൗദി ഹാർട്ട്ലൈനേഴ്സ് ആൻഡ് വൈപ്പിംഗ് ഔട്ട് their own heritage എന്നാണ്. അതായത് ഡിസ്ട്രക്ഷൻ ഓഫ് മക്ക സൗദി ഹാർട്ട്ലൈനേഴ്സ് ആർ വൈപ്പിംഗ് ഔട്ട് their own heritage. അതായത് സൗദി മക്കയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്വന്തം ചരിത്രമാണ് ഇന്ന് ഈ കടുംപിടുത്തക്കാർ മണ്ണിട്ട് തകർത്തുകൊണ്ടിരിക്കുന്നത് എന്ന പേരിൽ അദ്ദേഹം ബ്രിട്ടനിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടൊക്കെ തകർത്തതിനെതിരെ ബ്രിട്ടനിലെ ഇൻഡിപെൻഡന്റ് മാഗസിനിൽ കാര്യങ്ങൾ ഞാൻ വായിക്കാം. 1, സയ്യിദ്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള ചരിത്രശേഷിപ്പുകൾ വഹാബികൾ വരുന്നത് വരെ മക്കയിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രശേഷിപ്പിൽ ഒന്നും മക്കയിൽ ബാക്കിയില്ല. 1. 2, ഇത് മക്കയുടെയും മദീനയുടെയും ചരിത്രത്തിന്റെ അവസാനമാണ്. 2005 ഇദ്ദേഹം എഴുതിയ ഈ സൗദി ഹാർട്ട്ലൈനേഴ്സ്, സൗദിയിലെ കടുംപിടുത്തക്കാർ ചെയ്യുന്ന ഈ ക്രൂരമായ തകർക്കൽ കാരണം വരുന്ന ആപത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇത് മക്കയുടെയും മദീനയുടെയും ചരിത്രത്തിന്റെ അവസാനമാണ്, ഇത് ഇസ്ലാമിക ഭാവിയുടെയും അവസാനമാണ്, മിക്കവാറും ഇസ്ലാമിനെ തന്നെ ഇനി മണ്ണിട്ട് മൂടും എന്ന് അദ്ദേഹം, അത് സംഭവിച്ചിട്ടുണ്ട്, ഞാൻ പിന്നീട് വരാം.
പിന്നെ ഈ നാലാമതായി ഈ ലേഖനത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്നത് ഇതിലേക്ക് നയിക്കുന്ന ചിന്താധാര തികച്ചും വഹാബിസം മാത്രമാണ്. മക്കക്കാരൻ എഴുതിയ ലേഖനം. പിന്നെ അദ്ദേഹം ഇതിൽ പറയുന്ന ഈ ലേഖനത്തിൽ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, മതഭ്രാന്തി പിടിച്ച വഹാബികൾ വിചാരിക്കുന്നത് ഈ ചരിത്രശേഷിപ്പുകളെ മുസ്ലിങ്ങൾ ആരാധിക്കുകയാണെന്നാണ് ഈ വിഡ്ഢികൾ വിചാരിക്കുന്നത്. ഇത് ആരാധിക്കല്ല, ഇത് ബഹുമാനിച്ച് നിലനിർത്തുക. അവരിലൂടെ ഹബീബായ നബിയുടെയും സ്വഹാബികളുടെയും സാന്നിധ്യം അവർ മനസ്സിലാക്കുകയും അതിൻ്റെ തണുപ്പ് മനസ്സിലേക്ക് ആവാഹിച്ച് സ്വീകരിക്കുകയാണ്. അല്ലാതെ ഒരിക്കലും മുസ്ലിമീങ്ങൾ ഇത് ആരാധിക്കുകയല്ല. ഈ വിഡ്ഢികളായ വഹാബികൾ വിചാരിക്കുന്നത് ഇത് മുസ്ലിമീങ്ങൾ ആരാധിക്കുകയാണെന്ന് മക്കക്കാരനായ സാമി അൻകാവി ഈ 2005 ബ്രിട്ടനിലെ ഇൻഡിപെൻഡന്റ് മാഗസിനിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. മറ്റൊരു കാര്യം ഈ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത്, ഏത് നേരവും ഒറ്റ രാത്രി കൊണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുബയും ഇല്ലാതാക്കിയേക്കാം എന്ന്. അതിനുള്ള എല്ലാ കളികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുമാണ്. ഞാൻ പിന്നീട് കാണിക്കാം. ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ആദ്യം ഞങ്ങൾ ഖുബ തകർക്കുമെന്ന് പറഞ്ഞു ഇവിടെ ബാക്കിയുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ ഇപ്പോൾ കാണിക്കുന്നില്ല, വേണ്ടി വന്നാൽ പിന്നെ കാണിക്കാം. അതൊക്കെ അറിയും. അതായത് തകർത്തിട്ട് തീർന്നിട്ടില്ല. ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ആദ്യം കേരളം നദുവത്തുൽ മുജാഹിദീൻ എങ്ങാനും മക്കയിലും മദീനയിലും അധികാരം കിട്ടിയാൽ ആദ്യം ഹബീബ റസൂലുള്ളാഹിയുടെ ഖുബയാണ് തകർക്കുക എന്ന് പറഞ്ഞവർ ഈ നാട്ടിലുണ്ട്. അങ്ങനത്തെ ഭീകരവാദികൾ, തുല്യതയില്ലാത്ത ഭീകരവാദികൾ. നിങ്ങൾ വിലയിരുത്തുക. നമുക്ക് അള്ളാഹുവിനോടും റസൂലിനോടും അല്ലാതെ ഒരാൾക്ക് ബാധ്യതയില്ല. ആരോട് ബാധ്യതയില്ല? ഇവരോടൊന്നും നമുക്ക് ബാധ്യത. നമുക്ക് ബാധ്യത അള്ളാഹുവിനോടും റസൂലിനോടും, മുത്തു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഇതൊന്നും ശബ്ദമടക്കാൻ കഴിയും നിങ്ങൾ വിചാരിക്കേണ്ട. മക്ക മുസ്ലിങ്ങളുടെ മറ്റൊരു കാര്യം, ഈ ലേഖനം അവസാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഒരു രാത്രി കൊണ്ട് ഹബീബായ നബിയുടെ ഖുബയും അവിടെ നിന്ന് ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ട്. മുസ്ലിമീങ്ങൾ നിർവികാരരായി നോക്കി നിൽക്കും. കാരണം ഇതുവരെ ചെയ്തതിന് ഒരു പ്രതികരണം നടത്താൻ മുസ്ലിമീങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. മക്ക മുസ്ലിങ്ങളുടെ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ പ്രതിഫലമായിരിക്കണം, ഒരു കോൺക്രീറ്റ് പാർക്കിംഗ് ലോട്ടായിരിക്കരുത്. മക്ക സംസ്കാരത്തിന്റെ അഭയകേന്ദ്രമാണ്, മനുഷ്യത്വത്തിന്റെയും അഭയകേന്ദ്രമാണ്. ഇത് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇന്ന് വഹാബിസം അതിന്റെ അവസാനത്തെ യത്നത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഈ ലേഖനം അവസാനിക്കുന്നത്. ഈ ലേഖനം വരുന്നത് 2005. അതിനുശേഷം 2013 ഖദീജ ബീവിയുടെ വീട് തകർത്ത് കക്കൂസാക്കുന്നതിനെതിരെ 2013 ലണ്ടനിലെ ഇസ്ലാമിക് ഹെറിറ്റേജ് റിസർച്ച് ഫൗണ്ടേഷൻ രംഗത്ത് വന്നിട്ടുണ്ട്. 2013 ഇത് ശരിയല്ല. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹയിറങ്ങിയിരുന്ന വീട്, ഖദീജ ബീവിയുടെ വീട് കക്കൂസാക്കിയതിനെതിരെ 2013 ലണ്ടനിലെ ഇസ്ലാമിക് ഹെറിറ്റേജ് റിസർച്ച് ഫൗണ്ടേഷൻ രംഗത്ത് വന്നിട്ടുണ്ട്. അതേ വർഷം 2013 തന്നെ അമേരിക്കയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗൾഫ് അഫയേഴ്സ് അവിടുത്തെ ചരിത്രകാരനായ അലി അഹമ്മദ് ഈ വിഷയത്തിൽ വലിയ പ്രസ്താവന നടത്തുകയും വലിയ ശ്രദ്ധ ലോകത്തെ ആർക്കിയോളജിസ്റ്റുകളുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന വലിയ വിവാദം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ 2013 ഈ 2 പ്രസ്താവനകളും മൂവ്മെന്റുകളുമാണ് സത്യത്തിൽ ലോകത്തെ ആർക്കിയോളജിസ്റ്റുകളുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം പ്രധാനമായി കൊണ്ടുവരുന്നത്. 2013 ലണ്ടനിലെ ഇസ്ലാമിക് ഹെറിറ്റേജ് റിസർച്ച് ഫൗണ്ടേഷന്റെയും അമേരിക്കയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗൾഫ് അഫയേഴ്സ് അവിടുത്തെ ചരിത്രകാരനായ അലി അഹമ്മദിൻ്റെയും ഒക്കെ ശ്രമമാണ് ലോകത്തെ പ്രമുഖരായ ആർക്കിയോളജിസ്റ്റുകളുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരികയും ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന മുറവിളി തുടങ്ങിയത്. പക്ഷെ പരിഹാരം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇന്നും കക്കൂസം. എന്താ കാരണം? കടുംപിടുത്തം, വഹാബികളെ കടുംപിടുത്തം. 2013 തന്നെ ഒക്ടോബർ 14 അമേരിക്കയിലുള്ള ദി ഗാർഡിയൻ പത്രം ഈ ഖദീജ ബീവിയുടെ വീട് കക്കൂസാക്കിയതിനെതിരെ ലേഖനം എഴുതിയിട്ടുണ്ട്. ദി ഗാർഡിയൻ പത്രം 2013 ഒക്ടോബർ 14. ഈ ലേഖനത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ആസ് ഹജ്ജ് ബിഗിൻസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് മക്കാസ് ഹെറിറ്റേജ് കണ്ടിന്യൂസ്. ഹജ്ജ് തുടങ്ങുന്നു, പക്ഷേ മക്കയിലെ പൗരാണിക നിർമ്മിതികളുടെ തകർക്കൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് ഈ ലേഖനത്തിന്റെ ഹെഡിങ്. ഈ ലേഖനം 1000-ലേറെ വർഷം പഴക്കമുള്ള തൂണുകൾ, കുത്തുപണികൾ അതെല്ലാം നശിപ്പിച്ച കാര്യം പറയുന്നുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫാത്തിഹയും 82 സൂറത്തും ഇറങ്ങിയ വീട്, ഏറ്റവും കൂടുതൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന ഈ വീട് ഇന്ന് അനവധി കക്കൂസുകളുള്ള ഒരു ടോയ്ലറ്റ് സമുച്ചയമാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് ഈ ലേഖനത്തിൽ പറയുന്നു. 2013 ഒക്ടോബർ 14 അമേരിക്കയിലെ ഗാർഡിയൻ പത്രമാണ് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞില്ല, 2013 തന്നെ തുർക്കിയിലെ മതകാര്യ വകുപ്പിന്റെ തലവനായ മുഹമ്മദ് ഗോർമെൻസ് ഇതിനെതിരെ വലിയ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. എന്താണ് പ്രധാനമായി അദ്ദേഹത്തിന് അന്ന് വന്ന പ്രസ്താവന? 2013 തന്നെ, അതായത് ലോകത്തെ ആർക്കിയോളജിസ്റ്റുകളൊക്കെ ഈ കാര്യം ശ്രദ്ധിച്ചു. ഈ സമയത്ത് തുർക്കിയിലെ മതകാര്യ വകുപ്പിന്റെ തലവനായിരുന്നു മുഹമ്മദ് ഗോർമെൻസ് ഇതിനെതിരെ വലിയ പ്രസ്താവന നടത്തി. ആ പ്രസ്താവന ഇങ്ങനെയാണ്: സൗദി ഇപ്പോൾ തകർക്കുന്നത് സൗദിയുടെ ചരിത്രമല്ല, ഇസ്ലാമിന്റെ ചരിത്രമാണ്, മുസ്ലിങ്ങളുടെ ചരിത്രം. ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും പുണ്യ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും ഖുർആനിന്റെയും ദീനിന്റെയും ചരിത്രങ്ങളെ നശിപ്പിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ വഹാബികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആ പ്രസ്താവനയിൽ അദ്ദേഹം ഏറ്റവും ഊന്നുന്നത് ഈ വിഷയത്തിലാണ്. ആ നിലയിൽ അദ്ദേഹത്തിന് പ്രസ്താവന വന്നിട്ടുണ്ട് 2013. അതേ സമയത്ത് തന്നെ ബ്രിട്ടനിലുള്ള ഇസ്ലാമിക് ഹെറിറ്റേജ് റിസർച്ച് ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ ഇർഫാൻ അലവി വഹാബികൾ പുണ്യ റസൂലിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. 2013 ഇതേ സമയത്ത് ബ്രിട്ടനിലെ ഇസ്ലാമിക് ഹെറിറ്റേജ് റിസർച്ച് ഫൗണ്ടേഷൻ ഡയറക്ടറായ ഡോക്ടർ ഇർഫാൻ അലവി ഈ വിഷയത്തിൽ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതവുമായി ബന്ധപ്പെട്ടതെല്ലാം വഹാബികൾ നശിപ്പിച്ചു കഴിഞ്ഞു എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് 2013. 2014 സെപ്റ്റംബർ 30 ന്യൂയോർക്ക് ടൈംസ് ഇതിനെതിരെ ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിന്റെ ഹെഡിങ് ഡിസ്ട്രക്ഷൻ ഓഫ് മക്ക എന്നാണ്, മക്കയെ തകർക്കൽ എന്നാണ് ഈ ലേഖനത്തിന്റെ ഹെഡിങ്. ഡിസ്ട്രക്ഷൻ ഓഫ് മക്ക എന്ന പേരിലുള്ള ഈ ലേഖനം 2014 സെപ്റ്റംബർ 30 ന്യൂയോർക്ക് ടൈംസിൽ ഈ ലേഖനം വരുന്നത്. ആ ലേഖനത്തിൽ വന്നിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താം. ഒന്ന്, മക്കയിൽ അദ്ദേഹം ആ ലേഖനത്തിൽ വിശദീകരിക്കും. ന്യൂയോർക്ക് ടൈംസിന്റെ ലേഖനമാണ്, 2014 സെപ്റ്റംബർ 30 ന്യൂയോർക്ക് ടൈംസിൽ വന്ന ലേഖനമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. മക്കയിൽ വരുന്ന ഒരാൾക്ക് മക്ക ഒരു പൗരാണിക നഗരമാണെന്ന് പറയാനേ ഇപ്പോൾ കഴിയില്ല. ഒന്ന്, അതായത് പൗരാണികമായ ഒന്നും ഇപ്പോൾ ശേഷിപ്പ് മക്കയിലില്ല. 2, ഇത് എഴുതിയ ലേഖകനായ ലിയാവുദ്ദീൻ സർദാർ മസ്ജിദ് ബിലാൽ രാജാവിന് കൊട്ടാരം ഉണ്ടാക്കാൻ വേണ്ടി പൊളിക്കുന്നത് നേരിട്ട് കണ്ടു എന്ന് പറയുന്നുണ്ട് ഈ ലേഖനത്തിൽ. ഈ ലേഖനം എഴുതുന്നത് ലിയാവുദ്ദീൻ സർദാർ എന്ന ചരിത്രകാരനാണ്. അദ്ദേഹം പറയുന്നത് ന്യൂയോർക്ക് ടൈംസിലെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ നേരിട്ട് കണ്ടു എന്നാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ബിലാൽ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഒരു ബാങ്ക് കൊടുക്കുകയും പിന്നീട് അബ്ബാസി ഖലീഫമാർ ഹാറൂൺ റഷീദ് അവിടെ മിനാരങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആ മിനാരത്തിന്റെ മുകളിൽ കയറി ബാങ്ക് കൊടുത്താൽ മക്ക മുഴുവൻ കേൾക്കുമായിരുന്നു. ആ മിനാരം അടക്കം തകർത്ത് തരിപ്പണാക്കി. എന്തിന്? രാജാവിന് കൊട്ടാരുണ്ടാക്കാൻ വേണ്ടി. ആ പള്ളിയൊക്കെ തകർത്തു എല്ലാം. ഞാൻ ആ മസ്ജിദ് ബിലാലിനെ തകർക്കുന്നത് നേരിട്ട് കണ്ടുവെന്ന് ലിയാവുദ്ദീൻ സർദാർ ന്യൂയോർക്ക് ടൈംസിൽ എഴുതിയ ഡിസ്ട്രക്ഷൻ ഓഫ് മക്ക എന്ന ഈ ലേഖനത്തിൽ പറയുന്നു.